നമ്മുടെ പൂഞ്ഞാർ വ്യാഘ്രം എന്നറിയപ്പെട്ടിരുന്ന PC ജോർജും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും ഒരു ഭാഗത്തും കേരളത്തിലെ ചില കത്തോലിക്ക മെത്രാന്മാർ മറുഭാഗത്തുമായിട്ട് നടക്കുന്ന ചക്കളത്തി പോരാട്ടത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. പറയാൻ അറിയാത്തതുകൊണ്ടല്ല, ഇതിനെക്കുറിച്ച് കൃത്യമായ അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടുമല്ല. ഇതെവിടം വരെ പോകും എന്ന് നോക്കാൻ വേണ്ടി കാത്തിരുന്നതാണ്. അപ്പോൾ ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പറഞ്ഞോളാം എന്ന് വിചാരിക്കും. സത്യം പറഞ്ഞാൽ കേരളത്തിലെ കത്തോലിക്ക മെത്രാന്മാർ ചെറിയ ആളുകളൊന്നുമില്ല, വില്ലാളി വീരന്മാരാണ്. നമ്മളെക്കാളൊക്കെ വളരെ ബുദ്ധിയും വിവേകവും പാണ്ഡിത്യവും ഉള്ള ആളുകൾ. അതിനേക്കാൾ ഉപരി ജീവിക്കാൻ പഠിച്ചവരാണ്. PC ജോർജും മകനുമൊക്കെ തൻ്റെ അടികളാണ്, പ്രമാണികളാണ്, സമ്പന്നരുമാണ്. പക്ഷേ ഈ മെത്രാന്മാരോളം ജീവിക്കാൻ പഠിച്ചവരല്ല കേരള കോൺഗ്രസ്സുകാരാണെങ്കിൽ പോലും. അവർക്ക് ഇതിനൊക്കെ പരിധിയുണ്ട്, പരിമിതിയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ കേരളത്തിലെ BJP നേതാക്കന്മാർക്കും ഇതിൻ്റെ ശരിക്കുള്ള ഹിക്മത്ത് മനസ്സിലായിട്ടില്ല. കത്തോലിക്ക മതവിശ്വാസികൾക്കും പലർക്കും മനസ്സിലായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പൊതുസമൂഹത്തിലുള്ള ആളുകൾക്ക് തീരെ മനസ്സിലായിട്ടില്ല. ഇവരൊക്കെ വിചാരിക്കുന്ന ഈ FCRA, അതായത് വിദേശത്തു നിന്ന് സംഭാവന സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട, അത് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമം കൂടുതൽ കർക്കശമാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചുകൊണ്ട് കത്തോലിക്ക മെത്രാന്മാർക്കെതിരായി, ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാർ മൊത്തം എതിരായി, കത്തോലിക്ക മേലധ്യക്ഷന്മാർ കുറച്ചധികം എതിരായി എന്നാണ് ധരിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഈ വിദേശ സംഭാവന നിയന്ത്രണ നിയമവും ഇപ്പോഴത്തെ ഈ നിറമാറ്റവുമായിട്ട് പറയത്തക്ക ബന്ധമൊന്നുമില്ല. ഒരു കാര്യം ശരിയാണ്, ഈ വിദേശ സംഭാവന നിയന്ത്രണ നിയമം BJPയുടെ കയ്യിൽ വളരെ ശക്തമായ ഒരു ആയുധമാണ്. ആനയെ തളയ്ക്കുന്ന, അല്ലെ ആനയെ നേർവഴിക്കടത്തുന്ന തോട്ടി പോലെ ഒരു സാധനമാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഈ കത്തോലിക്ക മെത്രാന്മാർ അന്യ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും ഒക്കെ തന്നെ വിദേശത്തു നിന്ന് പണം കൊണ്ടുവന്ന് കേരളത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ഒരു പർദീസ ആയിക്കളയാം എന്ന് വിചാരിക്കുന്നവരാണ്. അങ്ങനെ വരുന്ന സംഖ്യയുടെ നല്ലൊരു ഭാഗം ഇവർ പോക്കറ്റിൽ ഇടുകയും ബാക്കിയുള്ളത് മതപരിവർത്തനത്തിന് ഉപയോഗിക്കും, അല്ലെങ്കിൽ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനായിട്ടോ അനാഥാലയങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും. അതൊക്കെ സത്യമാണ്. പക്ഷേ ഇതിൽ ചെറുതല്ലാത്തൊരു ഭാഗം ഇവർ തന്നെ പോക്കറ്റിലിടും എന്നുള്ളതാണ് സത്യം. ഇനി ഇത് പറയുന്നതുകൊണ്ട് ഏതെങ്കിലും മെത്രാന്മാരെ എനിക്കെതിരാന്ന് വെച്ചാൽ എനിക്ക് പേടിയൊന്നുമില്ല. ഈ മെത്രാന്മാരെ ഒന്നും പേടിക്കാതെ ഇത്രയും കാലമൊക്കെ ജീവിച്ച ആളാണ് ഞാൻ. ഇനിയും ഇത് തുറന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല, പേടിയുമില്ല. അപ്പോൾ ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് പണം കൊണ്ടുവന്ന് പൂട്ടടിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. BJP സർക്കാർ വന്നപ്പോൾ ഈ ഭാഗം ഒന്ന് കർശനമാക്കി. അപ്പോൾ മുതൽക്ക് ഇവർക്ക് വേവലാതി വർദ്ധിച്ചു. ഇത് പൂർണ്ണമായിട്ട് പൂട്ടിക്കുമോ എന്ന് പേടിയാണ്. സത്യം പറഞ്ഞാൽ ഈ വിദേശ സംഭാവന നിയന്ത്രണ നിയമം ഈ രാജ്യത്ത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ബുദ്ധമതക്കാർക്കും യഹൂദന്മാർക്കും എല്ലാവർക്കും തുല്യ നിലയിൽ ബാധകമാണ്. കത്തോലിക്കരെ മാത്രമായിട്ടോ മറ്റ് ക്രൈസ്തവ സഭകളെ മാത്രമായിട്ടോ ചെയ്യുന്നൊരു കാര്യമല്ല. എന്തുകൊണ്ടാണ് ഇവർക്ക് മാത്രം ഒരു വേവലാതി എന്ന് വെച്ചാൽ ഇവരാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അതവിടെ നിൽക്കട്ടെ. ഇതിൽ ഇപ്പോൾ വരുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനായിട്ട് ഇവർ എല്ലാ ഭാഗത്തും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായിട്ട് അടുപ്പമുള്ള എല്ലാ മേഖലകളിലും എല്ലാ തരത്തിലും ഇവർ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഈ നിയമം ഒന്നുകൂടി കർശനമാക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അവരുടെ എതിർപ്പ് രൂക്ഷമായി എന്നുള്ളതാണ് സത്യം. പക്ഷേ ശരിക്കുള്ള കാര്യം ഇതല്ല. കേരളത്തിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്, അതിൽ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും അതിൻ്റെ പ്രധാന ഗുണഭോക്താവ് UDF ആണ് എന്നുള്ളത് കത്തോലിക്ക മത മേലധ്യക്ഷന്മാർക്ക് ഇപ്പോഴല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മനസ്സിലായി. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ ഭരണം, UDFൻ്റെ ഭരണം പൂർണ്ണമായിട്ടും മുസ്ലിം ലീഗിൻ്റെ കൈപ്പിടിയിലായി പോരുത്. അവിടെ നമുക്ക് ശക്തമായ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാകണം എന്നവർ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ചില മെത്രാന്മാർ മുൻകൈയെടുത്ത് ജോസ് കെ മാണിയെ LDFൽ നിന്ന് പറിച്ച് തിരിച്ച് UDFലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയത്. അപ്പോൾ ജോസ് കെ മാണിയും P ജോസും കൂടി ആകുമ്പോൾ അവിടെ സാമാന്യം മെച്ചപ്പെട്ട അംഗസംഖ്യ ഉണ്ടാകും. ഒരു 10-15 അല്ലെങ്കിൽ 10-12 MLAമാരുണ്ടായി കഴിഞ്ഞാൽ അവരെ വെച്ച് UDF സർക്കാരിനോട് വിലപേശാനും കാര്യങ്ങൾ നടത്തിയെടുക്കാനും കഴിയും എന്നാണ് ഇവർ പ്രതീക്ഷിച്ചത്. ജോസ് കെ മാണിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ റോഷി അഗസ്റ്റിൻ ടാങ്ക് വെച്ച് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ശക്തമായ നിലപാടെടുത്ത് ആ പദ്ധതി പൊളിച്ചു. അപ്പോൾ ഇവർ കുറച്ചൊന്ന് ദുഃഖിതരായി. എന്നാലും കോൺഗ്രസ്സിന് തന്നെ പിന്തുണയ്ക്കാം എന്നവർ തീരുമാനിച്ചു. അതാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. എറണാകുളം ജില്ലയിലെയും കോട്ടയം ജില്ലയിലെയും ഇടുക്കി ജില്ലയിലെയും പത്തനംതിട്ട ജില്ലയിലേക്ക് റിസൾട്ട് നോക്കി ആ കാര്യം വ്യക്തമാണ്.
അപ്പോൾ അതുപോലൊരു റിസൾട്ട് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും എന്നവർക്കറിയാം. അതിന് മുന്നോടിയായിട്ട് ഇവർ പലതരത്തിൽ സമ്മർദ്ദം ചെലുത്തി. ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിലെ സ്ഥാനാർത്ഥി ആരാണ് തീരുമാനിച്ചത്? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് കാഞ്ഞിരപ്പള്ളി അരമനയിൽ നിന്നാണ്. അതുപോലെ തൃശ്ശൂരെയും മണ്ണൂത്തിയിലെ തൃശ്ശൂരെയും ഒല്ലൂരെയും സ്ഥാനാർത്ഥികളെ ആരാണ് തീരുമാനിച്ചത് എന്ന് ചോദിച്ചാൽ അഭിവന്യ ആർച്ച് ബിഷപ്പ് തിരുമേനിയാണ്. തിരുമേനിയുടെ തീട്ടൂരം അനുസരിച്ചിട്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തൃശ്ശൂർ നമ്മുടെ രാജൻ പല്ലനും അതുപോലെ ഒല്ലൂർ ടോണി നീലങ്കാവിനും സീറ്റ് കൊടുത്തത്. ഈ കൈവപ്പുള്ള സ്ഥാനാർത്ഥികളാണ് ഇവർ രണ്ടുപേരും. മണലൂരും കൂടി തിരുമനസ് ചോദിച്ചാണ്, പക്ഷേ അത് കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ പ്രതാപൻ അവിടെ കയറി സീറ്റ് ഉറപ്പിച്ചു. പ്രതാപൻ തന്നെ ഒരു കുഞ്ഞാടാണ്, സഭ പറയുന്നതനുസരിച്ചൊക്കെ ചെയ്യുന്ന ആളാണ്. എങ്കിൽ പോലും ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. അങ്ങനെ മണലൂർ കിട്ടിയില്ല, തൃശ്ശൂരും ഒല്ലൂരും കിട്ടി. അപ്പോൾ ഇതാണ് തൃശ്ശൂർ ജില്ലയിലെ കാര്യം. ഇനി കെ എം മാണിയും ജോസ് കെ മാണിയും ഒക്കെ സഭയുടെ ഏറ്റവും അടുത്ത ആളുകളാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് സഭാപിതാക്കന്മാരും കന്യാസ്ത്രീകളും അതുപോലെ തന്നെ വൈദികരുമൊക്കെ ജോസ് കെ മാണിയെ തള്ളി മാണി സി കാപ്പന് പിന്തുണ കൊടുക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു. ജോസ് കെ മാണി ജയിച്ചാൽ പാലായിൽ വെറും ഒരു MLA ആയിട്ടിരിക്കുന്നു. മാണി സി കാപ്പൻ ജയിച്ചാൽ ഒരുപക്ഷെ മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. പിന്നെ ജോസ് കെ മാണിക്ക് തോറ്റാലും കുഴപ്പമില്ല, അദ്ദേഹത്തിന് രാജ്യസഭയിൽ തുടരാം. മാണി സി കാപ്പനാണെങ്കിൽ അങ്ങനൊരു സൗകര്യമില്ല. അതുകൊണ്ട് കാപ്പനെ പിന്തുണക്കാം എന്ന് കത്തോലിക്ക വൈദികർ ഉദ്ദേശിച്ചു. അതിനുള്ള കാര്യം. അപ്പോൾ ഇതാണ് PC ജോർജിന് മനസ്സിലാകാതെ പോയ കാര്യം, അല്ലെങ്കിൽ ഷോൺ ജോർജിന് പിടികിട്ടാത്ത കാര്യം. ഈ മെത്രാന്മാർ കാര്യം കാണാൻ പഠിച്ച ആളുകളാണ്, ജീവിക്കാൻ പഠിച്ചവരാണ്. അതുകൊണ്ടാണ് അവർ സന്ദർഭോചിതമായിട്ട് നിലപാടെടുക്കുന്നത്. കുഞ്ഞാടുകളെ തെറ്റിച്ച് ആ വഴിക്ക് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നു. അത് PC ജോർജിന് മനസ്സിലാവുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സംഗതി ഇത്രേ ഉള്ളൂ. പിന്നെ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ തിരിച്ചടി അതിഗംഭീരമായി. ഇങ്ങനെയുള്ള ആരുടെയും ഭീഷണിക്ക് മുമ്പിൽ ഞങ്ങൾ വഴിപ്പെടുകയില്ല, വകവയ്ക്കുകയില്ല എന്നൊക്കെയാണ് ദീപികയും പിതാവും പറയുന്നത്. ഈ ഈരാറ്റുപേട്ടയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഈ അരമനയ്ക്ക് നേരെ സമരം ചെയ്തപ്പോൾ ലോഹയിൽ മൂത്രമൊഴിച്ച ആളുകളാണ് പാലായിലെ ധീരന്മാരായ വൈദികന്മാർ. അതൊക്കെ മറന്നു പോരുത്. കാഞ്ഞിരപ്പള്ളിയിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് കാഞ്ഞിരപ്പള്ളി മെത്രാനാണെങ്കിൽ പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥി ആരാണ് തീരുമാനിച്ചത് എന്നുള്ള കാര്യം തിരുമേനിമാരെ ഒന്നുകൂടി ആലോചിച്ച് നോക്കിയാൽ കാര്യം മനസ്സിലാവും. ഒരു രാത്രി കൊണ്ട് നേരം വെളുക്കയില്ലത് പിതാവേ. നമ്മളൊക്കെ ഈ നാട്ടിൽ തന്നെ ഇനി ഒരുപാട് കാലം ജീവിക്കേണ്ടവരാണ്. ഇനി ഇവിടെ കിടന്ന് ചില തിരുമേനിമാർ കുരച്ചാലോ വെള്ളം കൂട്ടിയാലോ ഒന്നും അമിത്ഷായും നരേന്ദ്രമോദിയും എടുത്ത തീരുമാനത്തിൽ നിന്ന് യാതൊരു മാറ്റവും ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഈ 2.5%, 2.25% ക്രിസ്ത്യാനികളുടെ വോട്ടുകൊണ്ടല്ലല്ലോ BJPക്കാർ ഇന്ത്യ ഭരിക്കുന്നത്. ഈ വക പിത്തലാട്ടമൊക്കെ പഴയ കാലത്ത് നടക്കുമായിരുന്നു, ഇനിയും നടക്കും എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിഡ്ഢികളുടെ പർദീസയിലാണ് ജീവിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ PC ജോർജ് മാത്രമല്ല, ഇതിനപ്പുറത്തും വേറെ ആൾക്കാരുണ്ട് എന്ന് ഓർക്കുന്നത് തിരുമേനിമാർക്കും നല്ലതാണ്, പൊതുജനങ്ങൾക്കും നല്ലതാണ്.